2000-ന്റെ തുടക്കത്തിൽ 50 ലക്ഷം രൂപയുടെ അടുത്ത് കടമുണ്ടായ ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെട്ട കഥയാണിത്. ചിലർക്കെങ്കിലും ഉപകാരപ്പെടും. അന്ന് എനിക്ക് ഏതാണ്ട് 27 വയസ്സ് പ്രായം. ഒരു മാനുഫാക്ചറിംഗ് ബിസിനസ് നടത്തുന്നു. ഉണ്ടാക്കി വെച്ച സ്റ്റോക്ക് മുഴുവൻ പാർട്ട്ണറും കൂടിയായ ഡിസ്ട്രിബ്യൂട്ടർ വിറ്റു. എനിക്ക് പൈസ തന്നില്ല. റോ മെറ്റീരിയൽസ് മേടിച്ച പൈസ, പിന്നെ കമ്പനി മുന്നോട്ട് കൊണ്ടുപോകാൻ പലരുടെയും അടുത്ത് നിന്ന് ഉടനെ തരാമെന്ന് പറഞ്ഞ് മേടിച്ച പൈസ, എല്ലാം കൂടി 50 ലക്ഷത്തിന് മുകളിലായി. അപ്പോൾ കടം. ഭാര്യയുടെ സ്വർണം മുഴുവൻ പണയത്തിലായി. കാറിൽ പോയിരുന്ന ഞാൻ ബൈക്കിലായി യാത്ര. രാത്രിയും പകലും പൈസ ചോദിച്ചിട്ടുള്ള കടക്കാരുടെ വിളികൾ. ആ ദിവസങ്ങൾ എനിക്ക് മറക്കാനാവില്ല. എങ്ങനെ ഈ പ്രതിസന്ധിയിൽ നിന്ന് പുറത്തു കിടക്കണമെന്ന് എനിക്കറിയില്ലായിരുന്നു. അങ്ങനെയിരിക്കെ ഞാൻ ഒരാളെ പരിചയപ്പെട്ടു, അഷീബായി. എൻ്റെ പ്രശ്നങ്ങൾ കേട്ട അദ്ദേഹം ഒരു ഫോർമുല പറഞ്ഞു തന്നു. ആദ്യം നീ നിന്റെ കടങ്ങളെ ഒരു പിരമിഡ് രൂപത്തിലാക്കുക. ഏറ്റവും വലിയ കടം താഴെ, ഏറ്റവും ചെറുത് മുകളിൽ. ചിലപ്പോൾ ഏറ്റവും മുകളിൽ 100 രൂപയായിരിക്കും. അത് നിനക്ക് കൊടുക്കാൻ പറ്റും. ഏറ്റവും വലുത് നിനക്കിപ്പോൾ കൊടുക്കാൻ പറ്റില്ല. നിനക്ക് കൊടുക്കാൻ സാധിക്കുന്നത് വേഗം കൊടുത്തു തീർക്കാൻ നോക്കുക. ഉടനെ കൊടുക്കാൻ സാധിക്കാത്ത വലിയ തുകകൾ നീ കൊടുക്കാനുള്ളവരെ കണ്ട് സമയം ചോദിക്കുക. ഒരുപാട് ചീത്തവിളികൾ കേൾക്കേണ്ടി വരും. പക്ഷേ നീ കൃത്യമായ പ്ലാനോടുകൂടി അവർക്ക് തിരിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്നു എന്ന് അവർ മനസ്സിലാക്കിയാൽ അവർ നിന്നോട് സഹകരിക്കും. കടം തീരണമെങ്കിൽ ആദ്യം 50 ലക്ഷം കടം എന്ന ചിന്ത ഒഴിവാക്കി ചെറിയ കടങ്ങൾ എന്ന് മനസ്സിനെ ബോധ്യപ്പെടുത്തണം. അത് തീർക്കാൻ പറ്റിയ ജോലികൾ ചെയ്യണം. ഞാനിതെല്ലാം ചെയ്തു. 1-2 വർഷങ്ങൾക്കുള്ളിൽ എനിക്ക് ഈ പ്രതിസന്ധിയിൽ നിന്ന് പുറത്തു കടക്കാനും കഴിഞ്ഞു.